നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് കൈക്കലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. ജിഹാദി തീവ്രവാദികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് എന്ത് നാറിത്തരവും കാണിക്കാമെന്ന് വീണ്ടും നാട്ടിലെ മാധ്യമങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസുകാരുടെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ പൈസ കൊടുത്തിട്ട് ഒരു സാധുവായ അമ്മയുടെ അരികിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ വെച്ചിട്ട് അവർ വീഡിയോ എടുക്കുന്നു. പല എഡിറ്റഡ് ഭാഗമായിട്ടാണ് ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് അനുഭാവിയായ ഒരു സ്ത്രീ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സാധുവായ ഒരു അമ്മയ്ക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുന്നു. എന്ത് വിരോധാഭാസമാണല്ലേ ഈ മാധ്യമങ്ങളൊക്കെ പടച്ചുവിടുന്നത്. കോൺഗ്രസിന് വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു. കാരണം അടുത്ത ഇലക്ഷന് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവിടെ വിജയിക്കാൻ സാധ്യത 100%. ആ 100% വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാവുന്ന ഒരു സ്ത്രീ ശക്തിയായിട്ട് വളർന്നിരിക്കുന്ന ശോഭ സുരേന്ദ്രനെ എന്ത് നാറിത്തരവും കാണിച്ചിട്ട് വിജയിപ്പിക്കാതിരിക്കാനുള്ള കോൺഗ്രസുകാരുടെ വ്യക്തമായ പ്ലാനിങ്ങിന് ഇരയായിരിക്കുകയാണെന്ന് ശോഭാജി. ഇന്ന് അതിനെതിരെ നമ്മൾ എല്ലാവരും ശക്തമായി മുന്നിട്ടിറങ്ങണം. പ്രതികരിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ്. ഒരു സ്ത്രീയെയാണ് പബ്ലിക്കായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ. ഒരെലക്ഷൻ ആവുമ്പോൾ ജയവും തോൽവിയും അവിടെ സ്വാഭാവികമാണ്. ജയമായാലും പരാജയമായാലും അതിന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ ഓരോ വ്യക്തിയും ഓരോ പാർട്ടിയും തയ്യാറായിരിക്കണം. ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇത്രയും നെറികെട്ട വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിച്ച കോൺഗ്രസുകാരെ ജീവിതത്തിന്റെ ഓരോ അറ്റത്തു നിന്നും മൂലത്തു നിന്നും തുടച്ചു നീക്കേണ്ടത് ഓരോ മലയാളികളും പ്രതിജ്ഞ എടുക്കേണ്ട കാര്യമാണ്. ഇനി UDF നമ്മളെ ഭരിക്കാൻ അനുവദിച്ചു കൊടുത്തുകൂടാ. ഈ ഒരു സമയത്ത് ശ്രീമതി ശോഭ സുരേന്ദ്രനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിപ്പിക്കണമെന്നത് താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ആവശ്യമാണ്. ഭാരത് മാതാ കി ജയ്.